2021 ജൂൺ 30 ചുരക്കുളം എസ്റ്റേറ്റ് ലയത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചതെന്നാണ് ആദ്യം കരുതിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡനത്തിനിരയായെന്ന് കണ്ടെത്തിയതോടെ അന്വേഷണത്തിൽ വഴിത്തിരിവ്. പിന്നീട് വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനെ പ്രതി ചേർത്തു. തെളിവെടുപ്പ് നടത്തി. 2021 സെപ്റ്റംബർ 21 കുറ്റപത്രം സമർപ്പിച്ചു. വിധികാത്ത് ഇന്ന് കട്ടപ്പന പോക്സോ കോടതിയിലെത്തുമ്പോൾ ഇങ്ങനൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് പറ്റുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഈ കേസിൽ ഞങ്ങൾ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യുന്നു, കോമ്പൻസേഷൻ ചോദിക്കുകയും ചെയ്യും. പോക്സോ കേസ് ആയിരുന്നിട്ട് കൂടി വേണ്ടത്ര പ്രാധാന്യം പോലീസ് നൽകിയില്ല. കൊലപാതകം, പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്തത് അർജുനാണെന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായില്ല. മാക്സിമം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചാണ് കൊടുത്തത്. ബാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമാണല്ലോ. നമ്മുടെ സ്പെഷ്യൽ PP ആയിട്ട് ബന്ധപ്പെട്ട് അപ്പീൽ സ്കോപ്പ് ഉണ്ടെന്ന് ഞങ്ങൾ പരിശോധിക്കും. വിധിയിൽ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അറിയിച്ചു. പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ പോരായ്മ എന്ന് പറയാൻ ഇല്ല. പിന്നെ ഏത് അന്വേഷണത്തിലും ആദ്യ ദിവസങ്ങളിൽ കുറച്ച് പോരായ്മകൾ അവർ അറിയാതെ തന്നെ വരാൻ ഇടയുണ്ട്. അതുപോലൊക്കെ ഈ കേസിലും വന്നിട്ടുണ്ടാകാം. കേസിൽ സാക്ഷികളായിരുന്ന 48 പേരെ വിസ്തരിച്ചു. ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചു. എന്നാൽ ഇതെല്ലാം ചെയ്തത് അർജുനാണെന്ന് തെളിയിക്കാൻ മാത്രം കഴിഞ്ഞില്ല. ഈ ഒരു ചോദ്യത്തിനെങ്കിലും പോലീസ് ഉത്തരം പറയണം. അർജുനല്ലെങ്കിൽ മറ്റാര്? നീതി തേടി അലയുന്ന കുടുംബത്തിനും കേരളത്തിനും ഉത്തരം വേണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.